Hello friends! We will see a top material. This is yoke portion work. This is material yoke portion work. Slit work. Commonly comment doubt this material rate work rate. In this video, I will show the material and the work rate. This material rate is pala stalathum pala rate aayirikkum. Pernalthulla rate aayirikkilla Kottayathu poyalum, Kottayathulla rate aayirikkilla vere edengilum sthalathu poyalum. അപ്പോൾ റേറ്റ് കുറേ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പം ടെസ സിൽക്ക് പറയുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ലോ ക്വാളിറ്റി 595 മുതൽ 750 പ്ലസ് വരെയുള്ള ടെസ സിൽക്സ് ഉണ്ട്. ടെസ സിൽക്കിൽ തന്നെ പല വേരിയേഷൻസ് വെറൈറ്റീസ് ഓഫ് ടെസ സിൽക്ക് ഉണ്ട്. സ്ട്രൈപ്പ് ഉള്ള ടെസ സിൽക്ക് ഉണ്ട്, ചെക്ക് ടെസ സിൽക്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ടെസ സിൽക്ക് ഉണ്ട്. മിക്സ് ചെയ്ത ടെസ സിൽക്സ് അവൈലബിൾ ആണ്. അപ്പം ഈ 595 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എമൗണ്ട് സ്ട്രൈപ്പ് ഉള്ള ടെസ സിൽക്കിൻ്റെയാണ്. അത് എറണാകുളത്തെ റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഇപ്പോൾ കോട്ടയത്ത് ചിലപ്പോൾ വേറെ റേറ്റ് ആയിരിക്കും, വേറെ സ്ഥലത്ത് വേറെ റേറ്റ് ആയിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ സ്ട്രീറ്റിൽ പോയി ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ പോയി മേടിക്കുവാണെങ്കിൽ ഇതിലും കുറച്ച് എനിക്ക് 300-ൽ നമുക്ക് കിട്ടും ടെസ സിൽക്ക്. അപ്പോൾ ഒരേ സ്ഥലത്തും ഒരേ റേറ്റ് ആയിരിക്കും. അപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. പിന്നെ വർക്കിൻ്റെ റേറ്റ്, ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് ആയാലും വർക്കിൻ്റെ റേറ്റ് ആയാലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ. നിങ്ങൾ ഇരുന്ന് ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. ഇൻ കേസ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ കളർ ഒനിയൻ പിങ്ക് ആണ്. നല്ലൊരു കളറാണ്, എല്ലാ ഷെയ്ഡുള്ള ആൾക്കാർക്കും യോജിച്ച് പോകുന്ന ഒരു കളറാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മെറ്റീരിയൽ ടെസ സിൽക്കാണ്. അതിന് റേറ്റ് 725 ആണ് മീറ്ററിന്. ഇത് കോട്ടയത്തു നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി റേറ്റ് പലരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കുറേ പേർക്ക് തയ്ക്കാൻ അറിയാം, റേറ്റ് ഇടാൻ അറിയില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ റേറ്റിനും ഓരോ വർക്കിനും ഓരോ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ബൂളിയൻ നോട്ടിന് പോലെ ആയിരിക്കത്തില്ല ഫ്രഞ്ച് നോട്ടിന് വരുന്നത്. അപ്പോൾ അത് റേറ്റ് വേരി ചെയ്യും വർക്ക് അനുസരിച്ച്. അതുപോലെ തന്നെ ഏരിയ, നമ്മൾ താമസിക്കുന്ന ഏരിയ എവിടെയാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റ്. അപ്പം ഞാൻ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ടോപ്പിൻ്റെ കഴുത്തിൽ നെക്ക് പോർഷൻ 8 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്ക് പോർഷൻ്റെ വിഡ്ത്ത് 8 ഇഞ്ചും ഡെപ്ത്ത് 6.5 ആണ് ഇവിടുത്തെ താഴ്ചയും. ഇനി ഒരു സ്ട്രൈപ്സ്, ഈ ഒരു ലൈന് 11 ഇഞ്ചും പിന്നെ 8, ഈ ഒരു ലൈൻ 8 ഇഞ്ച് പിന്നെ 9 ഇഞ്ച് പിന്നെ 8 പിന്നെ 11, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ കോണിച്ച് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ. ഇതൊരു ടോട്ടൽ ഡിസൈൻ ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കുവാണെങ്കിൽ ഒരു 17 ഇഞ്ചിൻ്റെ അത്ര ഉണ്ട് വർക്ക് തന്നെ. അപ്പോൾ നമ്മുടെ ഒരു വയറിൻ്റെ അവിടം വരെ ഉണ്ടാകും, കഴുത്തിൽ നിന്ന് വയറിൻ്റെ അവിടം വരെ ഉണ്ടാകും വർക്ക്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹെവി വർക്കായിട്ട് നല്ല ഫുൾ ഫ്രണ്ട് പോർഷനിൽ വർക്കായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിന് ഞാൻ മേടിക്കുന്ന ഒരു റേറ്റ് ഞാൻ കൊടുക്കുവാണെങ്കിൽ, പുറത്ത് കൊടുക്കുമ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു 800 ഒക്കെയാണ്. ഇനിയിപ്പോൾ ഏത് സ്ഥലത്തായാലും ഈ ഒരു വർക്കിന് 750 to 900 നിങ്ങൾക്ക് എന്തായാലും മേടിക്കാം. എന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 10 to 12 hours നമുക്ക് എടുക്കും നമ്മളിത് ചെയ്തു വരാൻ, നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഓരോ പൂ തയ്ച്ചിട്ടും നമുക്ക് മറിച്ചിട്ട് കെട്ടിടണം. പിന്നെ ഇതുവരെ എത്ര പൂക്കളുണ്ടോ അതിനൊക്കെ ഫ്രഞ്ച് നോട്ട് ഇടാൻ നേരത്തെ അതും സൂക്ഷിച്ച് വേണം തയ്ക്കാൻ, അത് കെട്ടിടണം. പിന്നെ ലീവ്സിനായാലും ഓരോന്ന് കെട്ടിടണം. അപ്പം സമയം എടുക്കും. നമ്മൾ അടിയിൽ കൂടെ വലിക്കാത്തതുകൊണ്ട് ഓരോ വട്ടവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സമയം എടുക്കും ഇതൊന്ന് തയ്ച്ചു തീർക്കാൻ. ഒരു 12 hours ഒക്കെ എന്തായാലും എടുക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈസിലി 750 to 900 ആ റേഞ്ചിൽ നമുക്ക് ഏത് ഏരിയ ആയാലും നമുക്ക് റേറ്റ് പറയാം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെല്ലാം ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഓണിയൻ പിങ്കിൻ്റെ അകത്ത് ഒരു ബേബി പിങ്ക് കളർ ത്രെഡ് ഇട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്ന പൂക്കളെല്ലാം. ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ കളർ ആണ് ലീഡ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ഹെയർ ആൻഡ് ബോണും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് സ്റ്റെമിന് സ്റ്റെം സ്റ്റിച്ചും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്, ഈ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം ഡിസൈന്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് വെച്ചും കൂടെ കാണിക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഷോൾഡർ മുതൽ വർക്ക് ഉണ്ടാവും. ഇത് ഇവിടെ വരും, ഷോൾഡർ മുതൽ ഉണ്ടാവും വർക്ക്. അപ്പം വർക്ക് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടം വരെ കാണാം, അത്ര ഉണ്ടാവില്ല. തയ്ച്ചു വരുമ്പോൾ ഇവിടം വരെ കൃത്യം വയറിൻ്റെ അവിടം വരെ വർക്ക് ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഫുള്ളും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഒരു കുർത്ത അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണിത്. അപ്പം നല്ല എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ടെസ സിൽക്കാണ്. ഇതിന് നല്ല ഷോള്, നല്ല ടെസ സിൽക്കിൻ്റെ തന്നെ ഷോളും ഇടുക. അതല്ല പിന്നെ പാൻറ് ആണെങ്കിൽ നിങ്ങൾ സിൽക്കിൻ്റെ തന്നെ പാൻറ്റും ലെഗിൻസ് യൂസ് ചെയ്യാണ്ട് സിൽക്കിൻ്റെ തന്നെ പാൻറ്റും യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഒരു നല്ല എല്ലാവർക്കും ചേർന്ന് പോകുന്ന ഒരു കളറുമാണ് ഒനിയൻ പിങ്ക് എന്ന് പറഞ്ഞാൽ. ഡാർക്ക് ഷെയ്ഡുള്ള ആൾക്കാർക്കും യോജിച്ച് പോകുന്ന ഒരു ഷെയ്ഡാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വർക്കും ഈ ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വർക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യണേ, ഹെയർ ആൻഡ് ബോൺ ആയാലും സ്റ്റെം ആയാലും ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ടെസ സിൽക്ക് മെറ്റീരിയലിൻ്റെ അകത്ത് ഫ്രെയിം ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. സിൽക്ക് മെറ്റീരിയലിൽ ഫ്രെയിം ഇടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ വലിഞ്ഞിരിക്കണില്ല എന്നും പറഞ്ഞുകൊണ്ട് തുണി കോട്ടൺ മെറ്റീരിയൽ വലിക്കുന്ന പോലെ തുണി വലിക്കരുത്. ഇത് മുഴുവൻ പിഞ്ചിപ്പോകും. ഏത് സിൽക്കായാലും പ്രത്യേകിച്ച് ടെസ സിൽക്കൊക്കെ ഒട്ടും കട്ടിയില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ വലിക്കുമ്പം പ്രത്യേകിച്ച് സൂക്ഷിച്ച് പയ്യെ വലിക്കാമുള്ളൂ. ഫ്രെയിം ഇട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് വരച്ചേക്കണേ. യെല്ലോ ആയാലും വൈറ്റ് ആയാലും തെളിഞ്ഞ് കാണും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പം ഒരു കുഴപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പയ്യെ മാഞ്ഞ് പോയിട്ട് ഈ ടെസ സിൽക്കിന് ഒരു ഗ്ലേസിങ് ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും അങ്ങ് കാണാൻ പറ്റില്ല. പിന്നെ ലൈറ്റിൻ്റെ എഫക്റ്റിലും ഇങ്ങനെ ചിരിച്ചൊക്കെ പിടിച്ചാൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കാർബൺ പേപ്പർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒനിയൻ പിങ്ക് കളറിൽ വൈറ്റോ ഇതോ യെല്ലോയോ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് അത്രയ്ക്ക് അങ്ങ് തെളിഞ്ഞ് കാണത്തില്ല, ഈ ടെസ സിൽക്കിൻ്റെ ഗ്ലേസിങ്ങും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കഴുത്തിൽ വന്നിരിക്കുന്നത്. അതിലത്തെ ഒരു പോർഷൻ, ഒരു സൈഡിലത്തെ ഒരു പോർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ യോക്ക് പോർഷൻ ഫുള്ളും ഉണ്ട് ഈ ഫ്ലോറൽ ഡിസൈൻ, കുറേ ലീവ്സൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റെം തയ്ക്കാം. അപ്പോൾ സ്റ്റെം തയ്ക്കാനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആങ്കറിൻ്റെ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 255 ആണ്. ആങ്കറിൻ്റെ കളർ കോഡ് 255 ഗ്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് സ്റ്റെം തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റെം തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പറയുകയാണ്, സ്റ്റെം തയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസിൽ തുണിയെടുത്ത് തയ്ച്ചാലാണ് നല്ല വൃത്തിക്ക് വരിക. ഒത്തിരി ഡിസ്റ്റൻസ് എടുക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് തയ്ക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെം മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ട് ഓരോ ലീഫും തയ്ച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ലീവ്സ് അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ അപ്പുറത്തേയും സൈഡിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ്. അപ്പം ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ട് കെട്ടിട്ടിട്ടാണ് അടുത്ത ലീഫ് തയ്ക്കാൻ പോകാമുള്ളൂ. അടിയിൽ കൂടെ വലിക്കേണ്ട. ഇതും ലൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ത്രെഡ് പോണത് അടിയിൽ കൂടെ പോണത് കാണാൻ പറ്റില്ല, ഒരു തടിപ്പുണ്ടാകും. അതുകൊണ്ട് ത്രെഡ് വലിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓരോ ലീഫും കഴിഞ്ഞിട്ട് കെട്ടിടുക, ഓരോ ഫ്ലവർ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ കെട്ടിട്ടിട്ട് പോകണം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തയ്ക്കുന്നതെല്ലാം 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്, ആങ്കറിൻ്റെ ത്രെഡ്. ഇപ്പോൾ സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡിലാവുമ്പോൾ ഒരു ആങ്കറിൻ്റെ 2 സ്ട്രാൻഡ്സിൻ്റെ ആ ഒരു തടുപ്പ് കിട്ടണമെങ്കിൽ സിൽക്കിൽ 3 or 4 സിൽക്ക് ത്രെഡ്സ് എടുക്കണം ഒരുമിച്ച്, എന്നാലാണ് ആ ഒരു തടുപ്പ് കിട്ടുള്ളൂ. പിന്നെ സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഒത്തിരി ലെങ്ത്തിൽ എടുക്കരുത്, കെട്ടുകൂടും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ലീവ്സാണ്. ലീവ്സ് ഞാൻ ഹെയർ ആൻഡ് ബോൺ ആണ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലീവ്സിൻ്റെ ഡിസൈനിൽ കാണാം, ഇതിൻ്റെ ഷേപ്പ് ഒരു വളഞ്ഞ് ഉള്ളൊരു ഡിസൈനാണ്, വളഞ്ഞായിരിക്കുന്ന ലീഫ്. അപ്പോൾ അത് തയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, വളഞ്ഞിരിക്കുന്ന കാരണം ഇത്തിരി ശ്രദ്ധിച്ച് വേണം ഹെയർ ആൻഡ് ബോൺ തയ്ക്കാനായിട്ട്. അപ്പോൾ ഹെയർ ആൻഡ് ബോൺ തയ്ക്കണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് താഴത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ കുറച്ച് മേളിൽ കുത്തുക. ഇതും 2 സ്ട്രാൻഡ്സ് ഇട്ട് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്, സെയിം കളർ ത്രെഡും. ഇനി താഴത്തുനിന്ന് എടുക്കുക. ഇപ്പോൾ നമ്മൾ കുത്തിയതിൻ്റെ തൊട്ട് താഴേന്ന് എടുക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ മേളിൽ കുത്തുക. ഈ 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ വേണം എടുക്കാൻ നമുക്ക്. ഈ 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ മേളിലോട്ട്. അപ്പോൾ അകത്തി വേണമെങ്കിൽ തയ്ക്കണമെങ്കിൽ അകത്തിയും തയ്ക്കാം.
അപ്പോൾ കുറച്ച് ഫില്ലായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് ഞാൻ തയ്ക്കുന്നത്. ഇപ്പോൾ ഹെയർ ആൻഡ് ബോൺ ബേസിക് ട്യൂട്ടോറിയൽ 10 കാണിച്ചിട്ടുണ്ട്. ഹെയർ ആൻഡ് ബോൺ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സ്റ്റിച്ചസ് 5 സ്റ്റിച്ചസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാത്തവർ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫില്ലിങ് സ്റ്റിച്ചസും ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടുപ്പിച്ച് തയ്ക്കുന്ന കാരണം ഗ്യാപ്പ് കാണുന്നില്ല. ഇപ്പം തുണിയുടെ കളർ അങ്ങനെ ഇടയിൽ കൂടെ കാണുന്നില്ല. അപ്പം കുറച്ചും കൂടെ 3 strands ഒക്കെ ഇട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തിരിക്കും ഇത്. അപ്പം അതുപോലെ അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലായിട്ടിരിക്കും. ഇതിനിപ്പോൾ തീരാൻ പോകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടി എടുക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ വണ്ണം കുറഞ്ഞ ലീഫിൻ്റെ വരുന്നത്. അപ്പോൾ കുറച്ച് അകത്തി കുത്തിയാലായിരിക്കും നമുക്കിവിടെ സൈഡിൽ നിന്ന് കുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഡിസ്റ്റൻസ് കൂട്ടി എടുക്കണേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തീരാറാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്ക് ശരിയായി വരത്തില്ല ഷേപ്പ്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ബാക്കിയത് നമുക്ക് ലീവ്സ് എല്ലാം തയ്ച്ചെടുക്കാം. മുമ്പായിട്ട് നമുക്കൊരു ഫ്ലവർ എങ്ങനെ തയ്ക്കണേന്ന് ഈ ഫ്ലവർ എങ്ങനെ തയ്ക്കണേന്നൊന്നും കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറാണ് തയ്ക്കുന്നത്. അപ്പോൾ ഫ്ലവർ തയ്ക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതും 2 strands ആണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി എടുത്ത് നിൽക്കേണ്ടാത്തതുകൊണ്ട് 2 strands മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആങ്കറിൻ്റെ ത്രെഡിൻ്റെ കോഡ് 50 ആണ്. ഇതൊരു ബേബി പിങ്ക് കളറാണ്. കോഡ് നമ്പർ 50 ആണ്. ഇത് ഇങ്ങനെ തയ്ക്കുമ്പം നമ്മൾ ഒരേ ഹോളിൽ നിന്ന് തന്നെ എടുത്താണ്ടിക്കും തയ്ക്കുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞ് പൂവാണ്. ഒത്തിരി പെറ്റൽസ് എല്ലാം സ്മോൾ ആയതുകൊണ്ട് സെയിം ഹോളിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു പെറ്റൽ മുഴുവനും നമ്മൾ ഫില്ല് ചെയ്ത് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് കുത്തി ഈ ഒരു സൈഡ് ഉറപ്പിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഈ ചെയിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ പെറ്റൽ നമ്മൾ കുത്തി ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ അതിങ്ങനെ അലക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ പൊങ്ങിപ്പോരും. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡിസൈൻ്റെ ഇത് അനുസരിച്ച് തന്നെ ലെങ്ത്തിൽ തന്നെ സൂചി എടുക്കുക, ത്രെഡ് താഴത്തേക്കൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെ ത്രെഡ് താഴത്തേക്കൂടെ പാസ് ചെയ്യണം. മേളിൽ വെക്കരുത്. സൂചിയുടെ താഴെയായിരിക്കണം ത്രെഡ് എപ്പോഴും. തൊട്ടടുപ്പിച്ച് കുത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നേരം ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ ഒത്തിരി അടുപ്പിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോള് വലുതായിട്ട് വരും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു കുഞ്ഞു ഹോൾ ഇപ്പം തന്നെ വരുന്നത്. ഒത്തിരി വലിയ ഹോളായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുക്കത്തെ സ്റ്റിച്ചിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബീഡ് വയ്ക്കുകയാണെങ്കിലും എന്തായാലും അതിന് ഫ്രഞ്ച് നോട്ടൊക്കെയാണ് തയ്ക്കണമെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ഇത് തയ്ക്കാനും പറ്റില്ല. അതാണ് വേറൊരു കുഴപ്പം. അപ്പം നമ്മൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് വേണം ഫ്രഞ്ച് നോട്ട് തയ്ക്കാനായിട്ട്. ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ ബീഡോ എന്താ വെക്കുന്നത് എന്ന് വെച്ചാൽ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഒരു പെറ്റൽ തയ്ച്ച് കഴിഞ്ഞു. ഒരു പെറ്റൽ തയ്ച്ച് കഴിഞ്ഞിട്ട് അതവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത്തെ പെറ്റലിലോട്ട് പോകരുത്. അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതവിടെ താത്തി വെച്ചു. അപ്പം നമ്മുടെ ഒരു പെറ്റൽ കഴിഞ്ഞു. ഇനി അടുത്ത പെറ്റലിലോട്ട് നമ്മൾ പോവുക. ഇതും സൈഡിലൊന്ന് ഉറപ്പിക്കുക. എന്നിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ അതിങ്ങനെ ആദ്യം പറഞ്ഞ പോലെ ഇത് പൊങ്ങിപ്പോരും. എപ്പോഴും നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യത്തെ പെറ്റലിലൊന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ പൂ തയ്ച്ചു കഴിഞ്ഞു. നമുക്കിതിൻ്റെ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രഞ്ച് നോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം നടുക്കൊരു ഹോള് വന്നിരിക്കുന്നത്. ഇത്രയും ത്രെഡ്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോളിൽ കൂടെ തന്നെ ഫുൾ പെറ്റൽസും തയ്ച്ചേക്കുന്ന കാരണം നടുക്കൊരു ഓട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഈ ഇതിൽ കൂടെ തന്നെ എടുത്ത് താത്തുവാണെങ്കിൽ ഈ സെയിം ഹോളിൽ കൂടെ തന്നെ താഴത്തോട്ടും പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹോള് വരുമ്പം മെറ്റീരിയലിൽ മിക്കവാറും സിൽക്ക് മെറ്റീരിയൽ അതല്ല ഈ ഓർഗൻറ്റി ആണെങ്കിലും നമ്മൾ അടുപ്പിച്ച ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹോള് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഈ ഹോളിൽ കൂടെ എടുക്കാണ്ട് തൊട്ടിപ്പുറം നമ്മൾ എടുത്തേക്കുന്ന ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ നൂലിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കുത്തിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് മുറുക്കെ വലിച്ചാൽ മതി, അപ്പം തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ നൂലിൻ്റെ ഇടയിൽ കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക.
ഇപ്പം ഞാൻ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇടയിൽ കൂടെ എടുക്കാൻ നിങ്ങളും നോക്കുക. അപ്പം ആ ഹോളിൽ കൂടെ താഴത്തോട്ട് ഫ്രഞ്ച് നോട്ട് ഇറങ്ങി പോകത്തില്ല. ഇപ്പം നമുക്ക് എത്ര ഫ്രഞ്ച് നോട്ട് എടുക്കണം? ഇപ്പം ഞാൻ 3 ചുറ്റി 2 സ്ട്രാൻഡ്സേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് തടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് 3 വട്ടം ചുറ്റിയിട്ടാണ് നമ്മൾ താത്തുന്നതും തൊട്ടപ്പുറേ പോയി ഹോളിൽ താത്തരുത്. തൊട്ടടുത്തുള്ള ഇവിടെ ഇപ്പറയുള്ള ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ തുണിയിലായിട്ട് നൂലിൽ ഉടക്കി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ ഇറങ്ങി പോവുകയെ. അപ്പം ഇങ്ങനെ ഒരു ഫ്രഞ്ച് നോട്ട് തയ്ക്കുക. ഒത്തിരി വലിക്കാനും പോകരുത്. ഫ്രഞ്ച് നോട്ട് ഇപ്പോൾ ഹോളിൽ കൂടെ ഇറങ്ങി പോകത്തില്ല, നമ്മൾ അപ്പുറം ഇപ്പുറയും കുത്തിയേക്കണ കാരണം. എന്നാലും നിങ്ങൾ ഒത്തിരി വലിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കണം, എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്ത് എന്തോരം റേറ്റ് ഇടാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് പുതിയ സ്റ്റിച്ചസ് കാണുന്നുണ്ടെങ്കിൽ അതും എന്തായാലും ഏത് ഡൗട്ട്സ് ആയാലും അത് സ്റ്റിച്ചിങ് റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.